ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഗോൾഡ്, യൂറോ, യൂഎസ്ഡി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെയും ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു വിട്ടുന്ന ലെവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ അല്ല, അതിനുശേഷം ഇന്നത്തെ ലെവൽസിലേക്ക് വരാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് യൂറോ യൂഎസ്ഡിൻ്റെ കാര്യം തന്നെ നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? യൂറോ യൂഎസ്ഡിയിൽ മേജർ ട്രെൻഡായിട്ട് ഇതാണ് വരുന്നത്. ഓക്കെ അല്ലേ, ഇതാണ് മേജർ ട്രെൻഡായിട്ട് വരുന്നത്. ഇതിന് ശേഷം ഉണ്ടായിരുന്ന മൈനർ ട്രെൻഡിലായിരുന്നു നമ്മൾ ഇന്നലെ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ, മൈനർ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിൽ എൻട്രി നോക്കാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിലും അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞു വിട്ടുന്ന ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതാണ് ഈ ഒരു ട്രെൻഡിൽ ഹൈയും ലോയും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് വരുന്ന ലിക്വിഡിറ്റിയിലോ സെല്ലിംഗ് സോണിലോ എൻട്രി നോക്കാമെന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്യണമെന്നാണ് മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, സെല്ലിംഗ് സോൺ കിട്ടി, നമുക്ക് ഇവിടെ നിന്നും നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ട്. പിന്നെ ഈ മൈനർ ട്രെൻഡിൽ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് മുന്നത്തെ ട്രേഡാണെങ്കിലും നോക്കിയാൽ മതി, ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ എന്താണ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. നമ്മൾ ഇവിടെ നിന്നാണ് സെൽ എൻട്രി എടുക്കാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടുന്ന് സെൽ എൻട്രിക്കുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്നു. അപ്പോൾ ഇതിൽ സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ലോയാണ് ഇവിടെ കൺഫേം ആവുന്നത്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇതായിരിക്കണം ഫസ്റ്റത്തെ എപ്പോഴും ടാർഗറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതായിരിക്കും സേഫ് ആയിട്ടുള്ളൊരു ടാർഗറ്റ്. ഓക്കെ അല്ലേ, അത് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരു 1:2 മേലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് നിന്നാണ് നിഫ്റ്റീൻ്റെ ലെവൽസ് നമ്മളിന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ, നിഫ്റ്റിയിൽ ബൈയിങ്ങിലേക്കും സെല്ലിങ്ങിലേക്കുള്ള ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ബൈയിങ്ങിലേക്ക് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് പോയെന്ന് കാണാനായിട്ട് പറ്റും. ഇതിലും നല്ല നല്ല ട്രേഡുകൾ വന്നിട്ടുണ്ട്. പിന്നെ സെല്ലിലേക്ക് വന്നപ്പോൾ ഇവിടെ നിന്നൊരു എസ്എലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ട്രേഡുകളായിരുന്നു ഇന്നത്തെ ദിവസവും നിഫ്റ്റിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ഇനി ഇന്നത്തെ ദിവസത്തേക്ക് വരാം. ഇന്നത്തെ ദിവസം നമുക്ക് ഫസ്റ്റ് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, ഗോൾഡിലോട്ട് വരുമ്പോൾ എന്താണ് ലാസ്റ്റ് ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് മേജർ ഹൈ, ഇതാണ് ഈ ഒരു ട്രെൻഡിലെ മേജർ ലോ. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതൊരു 50 മിനിറ്റിലെ പുതിയൊരു BOS ആയിട്ടും വരും. ഇതാണ് 50 മിനിറ്റിലെ പുതിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ല, അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് എന്താണ് മുകളിലോട്ട് പോയപ്പോൾ ഇവിടെ നിന്ന് ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് ഇത് മൈനർ BOS ആയിരുന്നു, ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ്, ഇതൊരു മൈനർ BOS ആയിരുന്നു, മൈനർ ഇൻഡ്യൂസ്മെൻറ്റ്, മൈനർ BOS ആയിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡിലെല്ലാം ഈ ട്രെൻഡിന് ശേഷം എന്താണ് മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലോ എല്ലാം പുതിയൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ എന്നല്ല, അങ്ങനെ വരുമ്പോൾ എന്താണ് ഇന്നത്തെ ദിവസം ബൈയിലേക്ക് നോക്കാൻ പറ്റിയ ലിക്വിഡിറ്റി ഏരിയ ഞാൻ ഈ ഒരു ട്രെൻഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇവിടുന്ന് പ്രൈസ് മുകളിലോട്ട് വന്നപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ള ഓരോരോ മേജർ ഇൻഡ്യൂസ്മെൻറ്റ്, ഈ ഒരു ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻറ്റാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഈ ഒരു 3 ലിക്വിഡിറ്റിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നില്ല, കുറച്ചും കൂടെ ലോയിലേക്ക് വന്നതിന് ശേഷമാണ് എൻട്രി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിൽ നമുക്ക് എൻട്രി നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയ ആണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബൈയിങ് സോൺ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, ഇത്രയും ലെവൽസാണ് വരുന്നത്. ഇതിന് ശേഷം ക്രിയേറ്റ് ആവുന്നത് ഇപ്പോൾ ഈ ഒരു ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിലും നമുക്ക് ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ട്രെൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം മുകളിലോട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഓരോ ഇനി സെല്ലിലേക്ക് ഈ ഒരു ട്രെൻഡിൽ സെല്ലിലേക്ക് നോക്കുന്നത് റിസ്ക് ആണ് കേട്ടോ. ഓക്കെ എന്നുണ്ടല്ലോ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ഇതാണ് ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, അതിൻ്റെ തൊട്ട് താഴെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ട്, ഏറ്റവും ലോയിലൊരു ബൈയിങ് സോണും ഉണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ എന്താണ് നമുക്ക് യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരാം. യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്താണ് മൈനർ ട്രെൻഡ് തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻട്രിക്ക് ശേഷം എന്താണ് മാർക്കറ്റ് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ ട്രെൻഡാണ് ഇതിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ല, 50 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു മൈനർ ട്രെൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് ശേഷം എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഈ ക്രിയേറ്റ് ആയിരിക്കുന്ന എല്ലാം മൈനർ ട്രെൻഡാണ്. ഇതാണ് മേജർ ഹൈ, ഇതാണ് മേജർ ലോ. ഇതിന് ശേഷം മാർക്കറ്റ് വന്നെന്താണ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുന്നിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ ഡൗൺ സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഹൈയൊക്കെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ അല്ലേ, ഇതിൻ്റെ ഹൈയൊക്കെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഈ ഒരു സെല്ലിംഗ് സോണിലോ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടാപ്പ് ചെയ്യുമ്പോഴോ നമുക്ക് എന്താണ് എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലോയിനെ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യണം, എന്നാലാണ് ഇതിൻ്റെ ഹൈ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റിയിലോ അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് സോണിലോ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും, ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നില്ലേ. പിന്നെ ഇവിടെ നിന്ന് എന്താണ് ബൈയിങ്ങിലേക്ക് നമുക്ക് അഗ്രസീവായിട്ട് നോക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 hour ഡിമാൻഡ് സോണിലാണെങ്കിൽ പോലും എന്താണ് 50 മിനിറ്റ് ഓവറോൾ ട്രെൻഡ് സെല്ലിങ്ങിലേക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോയിലേക്ക് വരുമ്പോൾ ബൈയേഴ്സ് സ്ട്രോങ് ആവുന്നത്, പ്രീമിയത്തിലേക്ക് വരുമ്പോൾ സെല്ലേഴ്സും സ്ട്രോങ് ആവുന്നത്.
അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ഹൈനെയോ അല്ലെങ്കിൽ ലോയിനെയോ അല്ലെങ്കിൽ ഹൈനെയോ ബ്രേക്ക് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് അടുത്ത എൻട്രീസ് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് ആകെ ഇട്ടിരിക്കുന്ന മൈനർ ട്രെൻഡ് മാത്രമാണ് കേട്ടോ. ഈ ഒരു ട്രെൻഡിനനുസരിച്ച് നമുക്കിപ്പോൾ ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്കും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ അല്ലേ, നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇനി എൻട്രീസ് നോക്കാൻ സാധ്യതയുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ. ഇപ്പോൾ ഞാനിവിടെ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാവുന്ന ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാലും കാണാനായിട്ട് പറ്റും മാർക്കറ്റ് എന്താണ് ഓവറോൾ ഒരു സെല്ലിങ്ങിലേക്കുള്ളൊരു ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ, സെല്ലിങ്ങിലേക്കുള്ളൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്രിയേറ്റ് ആയിട്ടുള്ള മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണിത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതെന്താണ് മൈനർ ചോയ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ ആണെന്നുണ്ടല്ലോ. ഒരു മൈനർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം രണ്ടാമത്തെ മൈനർ ട്രെൻഡാണിത്. ഇത് നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിലേക്ക് ഇന്നത്തെ ദിവസം ഗ്യാപ്പിലൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സെല്ലിലേക്ക് എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ സാധ്യത കൂടുതലെന്ന് പറയുന്നത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് മാർക്ക് ചെയ്ത് ലിക്വിഡിറ്റിയിലേക്ക് വരുവാണെങ്കിലാണ്. ഓക്കെ അല്ലേ. ഇതിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. കുറച്ച് പിന്നെ അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കണ്ട, കുറച്ചും കൂടെ നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇതിനേക്കാളും സാധ്യത കൂടുതലെന്ന് പറയുന്നത് തൊട്ട് മുകളിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിലാണ് മാർക്കറ്റ് സെല്ലിലേക്ക് വരാൻ സാധ്യത കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റത്തെ ഒരു മൈനർ ചോയ്സ് ആയിട്ട് വരുന്നത് ഇതിലെ. ഓക്കെ അല്ലേ. ഈ ഒരു മൈനർ ട്രെൻഡിന് ശേഷം വന്ന ഒരു മൈനർ ട്രെൻഡാണിത്. ഓക്കെ അല്ലേ. ഇതിനകത്ത് നമുക്ക് ഇതിനേക്കാളും സാധ്യത കൂടുതലെന്ന് പറയുന്നത് എപ്പോഴും ഇതിനായിരിക്കും ഈ ഒരു ലിക്വിഡിറ്റിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടെന്നാണ് കുറച്ചും കൂടെ സേഫായിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത്ര നല്ല ട്രേഡ് കിട്ടുന്നില്ല, അതാണ് വിട്ടേക്കുക. ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു ട്രെൻഡിൽ ബൈയിങ്ങിലേക്കുള്ള ലിക്വിഡിറ്റീസ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം ബൈയിങ്ങിലേക്കില്ല. ഇനി 5 മിനിറ്റിൽ സെയിം ഡേയിലെ ട്രെൻഡിനനുസരിച്ച് ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ബൈയിങ്ങിലേക്ക് നോക്കാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ലെവൽസിലേക്ക് വരുന്നത്. ഗോൾഡിൽ നോക്കുവാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ സേഫായിട്ട് എൻട്രീസ് നോക്കുന്നവരാണെങ്കിൽ എന്താണ് ഇപ്പോൾ 50% താഴെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഏറ്റവും ലോയിലുള്ള ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം എൻട്രീസ് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ. കുറച്ചും കൂടെ സേഫായിട്ട് നോക്കുന്നവർ ഇപ്പോൾ ഈ ഒരു ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും 2-3 ട്രേഡുകൾ കിട്ടാൻ കൺഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സേഫായിട്ട് നോക്കുന്നവർക്ക് എന്താണ് 1-2 ട്രേഡ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലോയിലേക്ക് വന്നതിന് ശേഷം എൻട്രീസ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും ലെവൽസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നാലും ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഏറ്റവും ലോയിലുള്ള ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതെന്നാണ് ഇപ്പോൾ ഒരു 1 അവർ 4 അവറിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ എൻട്രി എടുക്കാൻ പറ്റും. ഇതിലേക്ക് വന്നതിന് ശേഷം ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിലും ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും വരുന്നത്.